പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം മെഷറിംഗ് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന ഒരു കോൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. ഏതൊക്കെ രീതിയിലാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP ഒരു രാജ്യത്തിൻ്റെ കണക്കാക്കാൻ പറ്റുക എന്നതാണ് ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തൊരു ഭാഗമാണ് GDP എന്നാൽ എന്ത്, അല്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ എ കൺട്രി ഇൻ എ ഗിവൺ ഇയർ. ഒരു വർഷക്കാലം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് അല്ലെങ്കിൽ മൊത്തം വാല്യൂവിനെയാണ്, മൊത്തം മൂല്യത്തെയാണ് നമ്മൾ GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന കോൺസെപ്റ്റിനോട് ചേർന്ന് പറഞ്ഞു പോകുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെ അളക്കാൻ വേണ്ടി നമുക്കൊരു 3 രീതിയിലുള്ള അളവുകോലുകളാണ് സാധാരണ രീതിയിൽ ഉള്ളത്. നമ്മൾ അതിനെക്കുറിച്ചും നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അതിനെ ഒന്നാമത്തെ അളവുകോലായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന രീതിയിൽ ഇൻകം മെത്തേഡിനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ GDP, ഔട്ട്പുട്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എല്ലാ ആളുകളുടെയും വരുമാനം കണക്കാക്കി വേണമെങ്കിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വരുമാനം കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ? അത്തരത്തിലൊരു മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇൻകം മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ മെത്തേഡിനകത്ത് രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ ആളുകളുടെയും വരുമാനം കണക്കാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ കണക്കാക്കുമ്പോൾ നമുക്കതിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇൻകം മെത്തേഡിന്റെ ഒരു വേറൊരു ഓമന പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടർ ഇൻകം മെത്തേഡ് എന്നാണ് ഇൻകം മെത്തേഡിന്റെ വേറൊരു പേര്. ഇനി എവിടെ നിന്ന് ഈ പേര് ലഭിച്ചു എന്നൊക്കെ ഞാൻ പറയാനായിട്ട് പോവുകയാണ്. ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് ഇൻകം മെത്തേഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഓൾ ഇൻകം ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നുള്ള വരുമാനമാണ് കണക്കാക്കുന്നത്. ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഉൽപാദനത്തിന് കാരണക്കാരായിട്ടുള്ള യൂണിറ്റുകളെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പൊതുവേ പറയുന്നത്, അല്ലേ? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊക്കെയാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, അല്ലേ? ഞാൻ അത് റെഡിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്ന 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന റിവാർഡാണ് നമ്മൾ ഈ മെത്തേഡിന്റെ അകത്തെ GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ലാൻഡിന് നമുക്ക് പൊതുവെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? റിവാർഡായിട്ട് റെന്റ് ആണ് കിട്ടുന്ന, വാടകയാണ് കിട്ടുന്നത്. ലേബറിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? ലേബറിന് കിട്ടുന്നത് വേജസ് ആൻഡ് സാലറീസ് ആണ് കിട്ടുന്നത്, അല്ലേ? വേജസ് ആൻഡ് സാലറീസ്. ക്യാപിറ്റൽ അല്ലെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് സാധാരണ രീതിയിൽ കിട്ടുന്നത് എന്താണ്? പലിശ കിട്ടൂല. നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ യു ഗെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പം ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പം ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന റിവാർഡ്, അതിനെ ഞാൻ ഫാക്ടർ പേയ്മെന്റ് എന്ന് വിളിക്കുവാണ്. ഫാക്ടർ പേയ്മെന്റ്, അതിൻ്റെ കൂടെ മിക്സഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ വരുമ്പോൾ നമ്മുടെ ഇൻകം മെത്തേഡ് സുരക്ഷിതമായി. അപ്പം ഇൻകം മെത്തേഡിന്റെ 4 കമ്പോണൻസ് എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 5 കമ്പോണൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയാണ്? 4 ഏതാണ്? ഫാക്ടർ പേയ്മെന്റ്സ് ആണ്. ഒന്ന് റെന്റ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇത് കൂടാതെ മിക്സഡ് ഇൻകം എന്നൊരു കാര്യം കൂടെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആവും. അപ്പം മെഷറിംഗ് GDP അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ, ദേശീയ ഔട്ട്പുട്ട് കണക്കാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡാണ്. അപ്പം ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഓരോ കോൺസെപ്റ്റ്സിനെ പരിചയപ്പെടുത്തുകയാണ്. റെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാടകയാണ്, അല്ലേ? നമുക്കിന്ന് എല്ലാം വാടക, റെന്റ്, കാറ് വരെ ഉണ്ട്, അല്ലേ? കാറ് കൊടുത്ത് റെന്റ് വാങ്ങുന്നു എന്ന പ്രക്രിയയുണ്ട്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ റെന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് എന്താണെന്നറിയാവോ? ലാൻഡിന് കിട്ടുന്ന ഏക റിവാർഡ് മാത്രമേ റെന്റ് എന്ന് വിളിക്കത്തുള്ളൂ. അത് ബി ക്ലിയർ അബൌട്ട് ഇറ്റ് കേട്ടോ. കാരണം ലാൻഡ് മാത്രമേ നമുക്ക് റെന്റ് ഈടാക്കാം. അല്ലാതെ നമ്മൾ ഇന്ന് കിട്ടുന്ന പോലെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന ഒന്നും നമ്മൾ ഇവിടെ കണക്കാക്കുന്നില്ല. ലാൻഡിന് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ ഇൻകം, നമ്മൾ ഇൻകം മെത്തേഡ് ആണല്ലോ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻകം ആണ് നമുക്ക് റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് റെന്റ് ആണ്. The term rent is restricted to land and not to other goods such as machinery. അപ്പോൾ ഞാൻ അതിനകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. അപ്പം പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും വളരെ രസകരമായ കാര്യം, റെന്റ് എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ എഴുതി വെക്കും വാടകയാണ് റെന്റ്. അത്ര എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. എന്താ റെന്റ് എന്ന് ചോദിച്ചാൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം.
എന്തിന് കിട്ടുന്ന റിവാർഡാണ്? ലാൻഡിന് കിട്ടുന്ന റിവാർഡിനെയാണ് റെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ റെന്റ് എന്ന് ചോദിച്ചാൽ വാടക എന്ന് എഴുതിയാൽ അതിനകത്ത് മാർക്ക് കിട്ടത്തില്ല. അത് അതിന്റെ മലയാളം വാക്ക് മാത്രമേ ആകുന്നുള്ളൂ. അപ്പം ലാൻഡിന്റെ റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ എന്താണ്? ലേബറിന് കിട്ടുന്നതാണ് അല്ലേ? ലേബറിന് കിട്ടുന്നത് ഞാൻ കൊടുത്ത വാക്ക് എന്താണെന്ന് നോക്കിക്കേ, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന വാക്കാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് കിട്ടുന്നത് എന്തൊക്കെയാണ്? സാലറി, വേജസ്, ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ? പിന്നെ ചിലയിടത്ത് ബോണസ്, ഇങ്ങനെയുള്ള ഇൻസെന്റീവ്സ്, ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അതിനെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പം അതിനെ ഞാൻ രണ്ടായിട്ട് കമ്പോണൻസ് വരുത്തിയിട്ടുണ്ട്, വേജസ് ആൻഡ് സാലറീസ്. രണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് ഇൻഷുറൻസ് തരുമായിരിക്കും അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആ സ്ഥാപനം എല്ലാ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പെൻഷനുകൾ അവരടയ്ക്കുന്നുണ്ട്, സ്ഥാപനം അടയ്ക്കുന്നുണ്ട്. PF നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എംപ്ലോയറും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പ്രൊവിഡന്റ് ഫണ്ട്, നിങ്ങളൊരു ഫണ്ട് നിക്ഷേപത്തിന് വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ, അവർക്ക് സേവിംഗ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് കോമ്പൻസേഷൻ ഇനത്തിൽ പറയാം. അപ്പം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ സാലറി, വേജസ് ആണെന്നുള്ള തെറ്റിദ്ധാരണ മാത്രം പോരാ. സാലറി അല്ലാതെ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും, നിങ്ങൾക്ക് ഹെൽത്ത് അലവൻസ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് താമസിക്കാൻ ഇൻകം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് TA DA കിട്ടുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് കോമ്പൻസേഷൻ ഇനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലിശയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പണം കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ, ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ, ആ നിക്ഷേപിച്ച തുകയ്ക്ക് കിട്ടുന്നതിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നിക്ഷേപിച്ച തുക ആ സ്ഥാപനത്തെ സംബന്ധിച്ച് എന്താ? അവർ കടം വാങ്ങിച്ച തുകയാണ് അല്ലെ? ബോറോഡ് മണിയാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് കണ്ടു, ബോറോഡ് മണിയാണ്. ആർക്ക്? ആ സ്ഥാപനത്തിന്. അപ്പം സ്ഥാപനം ആ കടം വാങ്ങിച്ച പൈസയ്ക്ക് നമുക്ക് തരുന്ന ചെറിയ റിവാർഡാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന മിച്ചമാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ വാക്കിനെ എന്ന് പരിചയപ്പെട്ടു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ലാഭത്തെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് മണി ഏൺഡ് ബൈ ദി ഓണർ ഓഫ് എ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു സ്ഥാപനത്തിന്റെ മുതലാളി അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശമുള്ള ആൾക്ക് ലഭിക്കുന്ന പണത്തെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രോഫിറ്റിൽ നിന്നാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അല്ലെ? പ്രോഫിറ്റിൽ നിന്നാണ്, ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടാക്സ് അടയ്ക്കുന്ന പ്രോഫിറ്റിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെയുള്ള ടാക്സിനെ വിളിക്കുന്ന പേരെന്താന്ന് നോക്കിക്കേ, കോർപ്പറേറ്റ് ടാക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, പ്രോഫിറ്റിൽ നിന്നാണ് ടാക്സ് അടയ്ക്കുന്നത്. പ്രോഫിറ്റിൽ നിന്നാണ് നിക്ഷേപകർക്ക് വേണ്ട പലിശ നിരക്കും അല്ലെങ്കിൽ ഡിവിഡൻഡും കൊടുക്കുന്നത്. പിന്നെ ചില പ്രോഫിറ്റുകളൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അവരുടെ കൈവശം തന്നെ വെക്കും. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതിനെയാണ് നമുക്ക് ലാഭം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ലാഭത്തിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത് അല്ലേ? അപ്പം ലാഭം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം നടത്തുമ്പോൾ കിട്ടുന്ന മിച്ച എമൗണ്ടിനെയാണ് ലാഭം എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കേട്ടോ, മിക്സഡ് ഇൻകം എന്ന് പറയുന്ന വാക്കാണ്. മിക്സഡ് ഇൻകം എന്ന് പറയുന്നത് ഇത് നാലും അല്ലാത്ത കാറ്റഗറിയാണ് ഒന്ന് പറയാം. പിന്നീട് രണ്ടാമത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് ചോദിച്ചാൽ, ചില ആളുകൾ സ്വന്തം സ്ഥാപനം നടത്താറുണ്ട്. ഞാൻ തന്നെ ഒരു ഹോട്ടൽ നടത്തുകയാണെന്നിരിക്കട്ടെ, ഞാൻ തന്നെ ഒരു സ്ഥാപനം നടത്തുകയാണ്, ഞാൻ തന്നെ അതിന്റെ ഓണറും, ഞാൻ തന്നെ അതിന്റെ മാനേജറും, ഞാൻ തന്നെ അതിന്റെ വിതരണക്കാരനും എല്ലാം ആയിട്ട് ഞാൻ തന്നെ ഒരു കട നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഞാൻ എന്റെ സ്ഥാപനത്തിൽ വേറൊരാൾ, അല്ലെങ്കിൽ ഞാൻ ഇതേ സമയത്ത് വേറൊരിടത്ത് പോയി ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വരുമാനം കിട്ടിയാനേ അല്ലേ? അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? സാലറി ഇനത്തിലോ റെന്റ് ഇനത്തിലോ ഒന്നും വരുന്നില്ല അല്ലെ? കാരണം പ്രോഫിറ്റ് ഇനത്തിലോ ഒന്നും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ എന്റെ സ്ഥാപനത്തിൽ മാനേജറായിട്ടിരിക്കുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് ഇൻകം അവിടെ ഉണ്ട്, ശരിയല്ലേ? ഞാൻ വേറൊരാളെ ഇരുത്തുകയാണെങ്കിൽ ഒരു 2000 രൂപ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ സ്ഥാപനത്തിലിരിക്കുമ്പോൾ 2000 രൂപ അവിടെ മാറ്റി വെക്കണോ? വേണ്ടല്ലേ? ഞാൻ മൊത്തത്തിലെടുത്ത് അതിനെ കൈകാര്യം ചെയ്യാണല്ലേ? ഇങ്ങനെയുള്ള ഇൻകത്തെയും സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ കിട്ടാൻ പോകുന്ന വരുമാനത്തെയും എല്ലാം നമുക്ക് മിക്സഡ് ഇൻകം എന്ന് പറയാൻ പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു ഏർണിംഗ്സ് ഫ്രം ഫാമിംഗ് എന്റർപ്രൈസസ്. നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ. പിന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, സ്വന്തം സ്ഥാപനം. ഞാൻ സോൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ഓണർ. ഞാൻ തന്നെയാണ് അതിന്റെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ നടത്തുന്ന സ്ഥാപനം. ആൻഡ് അതർ പ്രൊഫഷണൽസ് സച്ച് ആസ് മെഡിക്കൽ ആൻഡ് ലീഗൽ പ്രാക്ടീസസ്. വീട്ടിൽ ഡോക്ടർമാരല്ലേ, ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചികിത്സയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അത് സ്വന്തം സ്ഥാപനമാണല്ലേ. ഇതിന്റെ വരുമാനം പലപ്പോഴും ഒന്നും കണക്കാക്കാതെ
വരുന്നില്ല. സാലറി ഇനത്തിലും ഒരു ഇനത്തിലും ഇത് പലപ്പോഴും ഉൾപ്പെടാറില്ല. ഇങ്ങനെയുള്ള വരുമാനത്തെ നമ്മൾ എന്താന്ന് നോക്കി, സെൽഫ് ഓൺഡ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ നമ്മൾ മിക്സഡ് ഇൻകം എന്ന ഇനത്തിൽ കാണിക്കണം എന്നതാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ GDP കണക്കാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തഡോളജി. അപ്പം GDP കണക്കാക്കുന്ന ഒന്നാമത്തെ മെത്തേഡിന്റെ ഫോർമുല നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം. GDP is equal to റെന്റ് പരിചയപ്പെട്ടതാണ്, വേജസ് ആൻഡ് കോമ്പൻസേഷൻ പരിചയപ്പെട്ടു, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് പ്ലസ് മിക്സഡ് ഇൻകം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. താങ്ക് യു.